ഹലോ. കഴിഞ്ഞ ദിവസം നമ്മുടെ ചേർത്തലയിൽ നടന്ന മീനഭരണി കുമ്പോടത്തിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടില്ലായിരുന്നു. അതിൻ്റെ തലേ ദിവസത്തെ വീഡിയോ ആണ് ഞാൻ ഇട്ടിരുന്നത് അല്ലേ. അപ്പോൾ ഇത് പിറ്റേ ദിവസം നമ്മുടെ മെയിൻ ദിവസമാണ് കേട്ടോ, കുമ്പോടത്തിൻ്റെ മെയിൻ ദിവസമാണ്. അപ്പം ഞങ്ങളിതേ പോവുകയാണ്. ഞങ്ങൾ വണ്ടിയിൽ പോയിട്ട് നമ്മുടെ KSRTC സ്റ്റാൻഡിനടുത്തൊരു പാർക്കിംഗ് ഒക്കെ ഉണ്ട്, അവിടെ വെച്ച് വണ്ടി വെച്ചിട്ട് ഞങ്ങൾ ഓട്ടോ വിളിച്ചിട്ടാണ് ഞങ്ങൾ ആ കുമ്പോട സ്ഥലത്തോട്ട് പോകുന്നത് കേട്ടോ. രാത്രി തന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നതായിരുന്നു. അപ്പോൾ അതേ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്, ഓട്ടോയിലാണ് പോകുന്നത്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ നമ്മുടെ അവിടുത്തെ ആ ഒരു സൗണ്ടും ഒക്കെ ഇടുന്നുണ്ട്. കോപ്പിറൈറ്റ് വരുമോ എന്ന് എനിക്കറിയത്തില്ല, എങ്കിലും ആ ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെ നിങ്ങളെ കേൾപ്പിക്കണമല്ലോ. അല്ലെങ്കിൽ ആ ഒരു വീഡിയോയിൽ എൻ്റെ സംസാരം മാത്രം കൊണ്ട് കാര്യമില്ലാത്തത് കൊണ്ട് കോപ്പിറൈറ്റ് വന്നാലും ഞാൻ ആ വീഡിയോ എല്ലാം കേൾപ്പിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അതേ മീനഭരണി കുമ്പോടം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു കേട്ടോ. കഴിഞ്ഞ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇട്ടേക്കാം, എല്ലാവരും ഒന്ന് കയറി കാണണം കേട്ടോ. എന്നിട്ട് ഈ വീഡിയോ കണ്ടാലേ മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ ദേ നമ്മുടെ അവിടെ എല്ലാം അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. രാത്രിയിലായതുകൊണ്ട് അവിടെ മൊത്തം തിരക്കായിരുന്നുകൊണ്ട് എനിക്ക് എല്ലാ വീഡിയോസും ഒന്നും എടുക്കാനൊന്നും സാധിച്ചില്ല. അപ്പോൾ അവിടെ നമ്മുടെ ഈ മേളക്കാരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. മേളമൊക്കെ അവിടെ കൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് ഇൻട്രൊഡക്ഷൻ ഞാൻ പറഞ്ഞിട്ട് പിന്നെ ഇത് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ നമ്മുടെ വില്ലുപാട്ടൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നമ്മൾ ആ ഓലപ്പരയിലാണ് നമ്മുടെ കുടം വെച്ചിരിക്കുന്നത്. അവിടെ മഞ്ഞൾ നിറയ്ക്കുകയാണ്, അതിനോടൊപ്പം കുടം പൂജ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ മുതിർന്ന ആളുകളാണ് ഈ മഞ്ഞൾ നിറയ്ക്കുകയും ഒക്കെ ചെയ്യുന്നത്. പിന്നെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിപ്പോയി, ഇടയ്ക്ക് വെച്ച് കുറച്ച് ബിസി ആയിപ്പോയി. അതുകൊണ്ട് എനിക്ക് കൂടുതൽ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. ഞങ്ങളപ്പം ഇടയ്ക്ക് 1-2 അമ്പലത്തിൽ കയറിയാണ് കേട്ടോ പോകുന്നത്. ഇത് ഒരു ശ്രീ മുത്താരമ്മൻ കോവിലാണ്. അവിടെ കയറി തൊഴുതിട്ട് പിന്നെ ചേർത്തല അമ്പലത്തിലും കയറിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഇവിടെ കയറി തൊഴുവാണ്. അതിനുശേഷം ഞങ്ങൾ ചേർത്തല അമ്പലത്തിലോട്ട് പോയി. 2 അമ്പലമുണ്ട്. ഞങ്ങൾ ചേർത്തല 11-ാം മൈലിൽ നിന്ന് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്, സഹകരണ ബാങ്കൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. അവിടെ നിന്നാണ്. ഇപ്പോൾ ചേർത്തലക്കാർക്ക് പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവും, അല്ലാത്ത ആളുകൾക്ക് പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാകത്തില്ല കേട്ടോ. അപ്പം ചേർത്തല 11-ാം മൈലെന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൻ്റെ അവിടെ നിന്ന് കുറച്ചുകൂടി ഉള്ളിലോട്ട് പോകണം കേട്ടോ. ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങൾ വാരനാട് അമ്പലത്തിലോട്ടാണ്. അവിടം വരെ നടക്കുന്നുണ്ട്. ഏകദേശം ഒരു 5-6-7 കിലോമീറ്ററെങ്കിലും കാണും. നല്ല ദൂരമുണ്ട് കേട്ടോ, നല്ല ദൂരമാണ്. പിന്നെ മാക്സിമം ഞങ്ങൾ നേരത്തെ ഇറങ്ങാൻ ശ്രമിച്ചെങ്കിലും വെയിലൊക്കെ അത്യാവശ്യം വന്നിട്ടുണ്ട്. ഇച്ചിരി ചൂടായിരുന്നു, എന്നാലും വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അത് ചേർത്തല അമ്പലത്തിൽ അവർ തുള്ളുവാണ്. അമ്മയ്ക്ക് വലം വെച്ച് ചേർത്തല അമ്മയ്ക്കും ഈ പറഞ്ഞ മുത്താരമ്മൻ കോവിലിലും ഒക്കെ വലം വെച്ച് തൊഴുത് അതിന് ശേഷം ചേർത്തല അമ്പലത്തിൽ നിന്നും തുള്ളുവാണ് കേട്ടോ. കുമ്പോടം തുള്ളുവാണ്. അപ്പോൾ
കണ്ണൻകുട്ടനെ നമ്മൾ അത്രയും ദൂരമൊന്നും നടത്തിയില്ല കേട്ടോ. കണ്ണൻകുട്ടനെയും അമ്മേനെയും കൂടെ കാറിൽ കയറ്റി വിട്ടു. ഞാനും രാജേഷണ്ണും പൊന്നുമാണ് നടന്നത് മുഴുവനും കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. വാട്ടർ മെലൺ ജ്യൂസ്, പഴം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ജ്യൂസും കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് നമ്മുടെ കൂടെ നമുക്ക് വണ്ടിയുണ്ട്, ആ വണ്ടിയിലും ഉണ്ട്. അല്ലാതെ റോഡരികിലൊക്കെ ഈ ഒരു കുമ്പോടം വരുമ്പോൾ തരാനായിട്ട് ആളുകൾ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്താ പറയണ്ടേ, ഒരു പ്രത്യേക ഒരു സന്തോഷമായിരുന്നു. നമ്മുടെ പൊന്നുകുട്ടി ഫുള്ള് കുടവെടുത്ത് തുള്ളാനുള്ള അവൾ ഫുള്ള് നടന്നു കേട്ടോ. ഒരു ക്ഷീണവും കാണിച്ചില്ല. നല്ല സ്മാർട്ടായിട്ട് ഫുള്ള് നടന്ന് ഇടയ്ക്കിടയ്ക്ക് ഈ വലിയ ചേട്ടന്മാരും അണ്ണന്മാരും എല്ലാം നമ്മുടെ ബന്ധുക്കളാണ് കേട്ടോ. ചുറ്റിനും ആ കുടവെടുത്തിരിക്കുന്ന ഒട്ടുമിക്ക ആളുകളും നമ്മുടെ ബന്ധുക്കളാണ്. എല്ലാവരുടെയും കൂടെ നിന്ന് അവൾ നിന്ന് തുള്ളുകയൊക്കെ ചെയ്തു കേട്ടോ. വണ്ടിയിലൊന്നും കയറിയില്ല മോള് നല്ല ഹാപ്പി ആയിട്ടാണ് നടന്നത്. അവസാനം നമ്മൾ വാരനാട്ട് അമ്പലത്തിൽ എത്തിച്ചേർന്നു കേട്ടോ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് നേരം നമ്മൾ നിന്ന് തുള്ളിയാണ് നമ്മൾ നടക്കകത്ത് കയറിയത് കേട്ടോ. അത്യാവശ്യം കുറച്ച് നേരം ഞങ്ങളവിടെ ഫ്രണ്ടിൽ തന്നെ നിന്ന് തുള്ളുകയൊക്കെ ചെയ്തു കേട്ടോ. പക്ഷെ ഇത്രയും ദൂരം നടന്നപ്പോൾ വലിയ ക്ഷീണവും കാര്യങ്ങളും ഒന്നും ഞങ്ങൾക്ക് ആർക്കും ഉണ്ടായില്ല. പക്ഷെ അവിടെ ചെന്നങ്ങ് ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും തൊഴുതൊക്കെ കഴിഞ്ഞ് അകത്തൊക്കെ കയറി നമ്മൾ തൊഴും കേട്ടോ. അകത്ത് കയറി നമ്മുടെ ആ മഞ്ഞൾ കൊണ്ടുപോയി ദേവിക്ക് അഭിഷേകം ചെയ്യാനായിട്ട് കൊടുക്കും. അതിന് ശേഷം അങ്ങ് ഭയങ്കര ക്ഷീണമായിരുന്നു. അതൊരു കുഴപ്പവും ഇല്ലായിരുന്നു. പിന്നെ അതിനുശേഷം ഭയങ്കര ക്ഷീണമായി. ഇപ്പോൾ കണ്ണൻകുട്ടനെ കാറിൽ പറഞ്ഞു വിട്ടിട്ടും കാര്യമൊന്നുമില്ലായിരുന്നു. നല്ല ചൂടായതുകൊണ്ട് കണ്ണൻകുട്ടന് ഭയങ്കര വിഷമമായിരുന്നു. പിന്നെ ഞങ്ങളുടെ കൂടെ നടക്കണമെന്നായിരുന്നു. വെയിലധികം കൊള്ളിക്കണ്ടല്ലോ എന്ന് വെച്ചാണ് ഞാൻ കാറിൽ കയറ്റി വിട്ടത് എന്തായാലും. അപ്പോൾ ഒരു എന്താ പറയണ്ട, ഭയങ്കര സന്തോഷം, എത്ര പറഞ്ഞാലും മതിവരാത്ത സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു ഈ ഒരു കുമ്പോടം. പിന്നെ ഒരുപാടങ്ങ് നീട്ടി വലിച്ച് ഞാൻ ഈ കുമ്പോടത്തിൻ്റെ കാര്യങ്ങളൊന്നും കാണിച്ചില്ല കേട്ടോ, കുറച്ചൊക്കെ കാണിച്ചിട്ടുള്ളൂ. അപ്പം നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം. പിന്നെ വിഷുവിൻ്റെ വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ. ചെറിയൊരു വിഷു ആഘോഷമൊക്കെ ആയിട്ടുള്ളൊരു വീഡിയോസൊക്കെ വരുന്നതാണ്. അപ്പോൾ ബൈ.